ഓച്ചിറയിലാണ് നമ്മളുള്ളത്. ഓച്ചിറയിലെ ജനസാഗരം നമുക്ക് കാണാൻ സാധിക്കുന്നു. കരുനാഗപ്പള്ളിയിൽ നിന്ന് ഓച്ചിറയിലേക്കുള്ള യാത്രയിലാണ് സഖാവ് വി എസ് ഉള്ളത്. ആ വി എസ് അച്യുതാനന്ദനെ സ്വീകരിക്കാൻ വേണ്ടി, അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയുള്ള ആൾക്കാരൊക്കെ തന്നെ വഴിയുടെ ഇരു വശങ്ങളിലും കാത്തു നിൽക്കുകയാണ്. അവർക്കൊക്കെ ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ്, അവസാനമായി അവരുടെ പ്രിയ നേതാവിനെ ഒരിക്കൽ കൂടി കാണുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി നിൽക്കുന്നവരാണ് കരുനാഗപ്പള്ളിയും ഓച്ചിറയും ഒക്കെ തന്നെ പറയുമ്പോൾ. പഴയകാലത്ത് വിപ്ലവ പാരമ്പര്യം ഏറിയിരുന്ന ശൂരനാടിൻ്റെ മണ്ണിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളാണ്. ശൂരനാട് എന്ന് പറയുമ്പോൾ പണ്ട് ജന്മിത്വത്തിനെതിരെ വലിയ വിപ്ലവം നടന്ന തൊപ്പിൽഭാസി അടക്കമുള്ള ആൾക്കാർ ജയിലിൽ ആയ, അല്ലെങ്കിൽ അവരൊക്കെ തന്നെ നേതൃത്വം നൽകിയ ഒരു വിപ്ലവ പാരമ്പര്യമുള്ള ശൂരനാടിൻ്റെ മണ്ണിൻ്റെ സമീപത്തുള്ള ഒരു സ്ഥലമാണ് ഓച്ചിറ. ഓച്ചിറയിലേക്കാണ് ശൂരനാട്ട് നിന്നുള്ള ശൂരനാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള അവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ തന്നെ, പ്രവർത്തകരൊക്കെ തന്നെ ഇവിടേക്ക് എത്തുന്നത്, ഓച്ചിറയിലേക്കാണ് എത്തുന്നത്. അവരൊക്കെ തന്നെ കാത്തു നിൽക്കുകയാണ്. കരുനാഗപ്പള്ളിയിൽ നിന്ന് ആ വാഹനം ബി എസിനെ വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇപ്പോൾ ഓച്ചിറയിലേക്ക് എത്തുന്നു. ഓച്ചിറയാണ് കൊല്ലം ജില്ലയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് കയറുന്ന ഗേറ്റ് വേ എന്ന് പറയുന്നത്. അവിടേക്ക് ഇപ്പോൾ ബി എസിനെ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എത്തുകയാണ്. ഒട്ടേറെ ആൾക്കാർ വൈകിട്ടൊരു 7 മണിയോടുകൂടി എത്തുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഇപ്പം നേരെ പുലർന്ന് 7 മണിയാവും പോകുന്നു. അത്രയ്ക്ക് ജനത്തിരക്കല്ലേ, പാവങ്ങളുടെ നേതാവല്ലേ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് സഖാവ് വി എസ്. പ്രത്യേകിച്ചും സ്ത്രീകളുടെയും കുട്ടികളുടെയും എല്ലാം ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പണി ചെയ്ത ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നേതാവാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ. ഞങ്ങൾ 7 മണിയായപ്പം വന്നതാണ്. അതുവരെ ഇവിടെ ഇരിക്കുകയാണ്, അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. ജനങ്ങളുടെ നായകനായ അദ്ദേഹത്തെ കണ്ട് അതെ കാത്തിരിക്കുകയാണ്. ഇപ്പോഴും എത്തിയിട്ടില്ല, കരുനാഗപ്പള്ളി ആയെന്നാണ് പറയുന്നത്. പാവപ്പെട്ടവരുടെ നേതാവായ അദ്ദേഹത്തെ എന്നും എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാകും. കനത്ത മഴയെ പോലെ അവഗണിച്ചാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. വരുന്ന വഴികളിലെല്ലാം ഞാൻ എത്രത്തോടൊപ്പം ഉണ്ടായിരുന്നു. വരുന്ന വഴികളിലെല്ലാം ഇതേ അവസ്ഥ തന്നെയാണ്. അതെ, ഞങ്ങളെല്ലാം മഴയതിൽ കോട്ടൊക്കെ ഇട്ട് ഞങ്ങൾ മഴയെല്ലാം അവഗണിച്ചുകൊണ്ട് എല്ലാവരും ഒരാളല്ല, എല്ലാവരും ഇവിടെ തന്നെ എത്തിയിരിക്കുകയാണ്. പ്രിയ സഖാവേ വി എസ്, പ്രിയ സഖാവേ വി എസ്, പ്രിയ സഖാവേ വി എസ്, പ്രിയ സഖാവേ വി എസ്, അന്നേ കരളേ വി എസ്, അന്നേ കരളേ വി എസ്, അന്നേ കരളേ വി എസ്, അന്നേ കരളേ വി എസ്. ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ, ഞങ്ങളെ ആകെ നയിച്ച സഖാവേ, ഞങ്ങളെ ആകെ നയിച്ച സഖാവേ, ആര് പറഞ്ഞു മരിച്ചെന്ന്, ആര് പറഞ്ഞു മരിച്ചെന്ന്, ആര് പറഞ്ഞു മരിച്ചെന്ന്, ആര് പറഞ്ഞു മരിച്ചെന്ന്. ഇല്ല ഇല്ല മരിച്ചിട്ടില്ല, ഇല്ല ഇല്ല മരിച്ചിട്ടില്ല, ഇല്ല ഇല്ല മരിച്ചിട്ടില്ല, ഇല്ല ഇല്ല മരിച്ചിട്ടില്ല. ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ഞങ്ങളിലൊഴുകും ചോരയിലൂടെ, ഞങ്ങളിലൊഴുകും ചോരയിലൂടെ, ഞങ്ങളിലൊഴുകും ചോരയിലൂടെ, ഞങ്ങളിലൊഴുകും ചോരയിലൂടെ. അതുതന്നെയാണ് വരുന്ന വഴികളിലെല്ലാം ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ കേട്ടുകൊണ്ടാണ് ഓരോ പോയിന്റുകളും കടന്നു വന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ദർബാർ ഹാളിൽ നിന്ന് തുടക്കത്തിൽ ഇങ്ങോട്ട് ഉള്ള യാത്രയിലെല്ലാം തന്നെ കണ്ണേ കരളെ വി എസ് എ, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്ന് വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ കേട്ടുകൊണ്ടാണ് അവരുടെയൊക്കെ നെഞ്ചിൽ, അവരുടെയൊക്കെ മനസ്സുകളിലെല്ലാം തന്നെ വി എസ് എന്ന് പറയുന്ന ഓച്ചിറയിലേക്ക് എത്തിയോ? അദ്ദേഹം കരുനാഗപ്പള്ളിയിൽ നിന്ന് വാഹനം, അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുള്ള വാഹനം, അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇപ്പോൾ ഓച്ചിറയിലേക്കുള്ള യാത്രയിലാണ്. കരുനാഗപ്പള്ളിയിൽ ഗതാഗത കുരുക്കുണ്ട്. ആ ഗതാഗത കുരുക്ക് കടന്നു വരിക എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമാണ്. ഇപ്പോൾ ഓച്ചിറയിൽ പ്രവർത്തകരെല്ലാം തന്നെ സജീവമാണ്. എന്താണ് ബി എസ് എന്ന ഓർമ്മ? ജനകോടികളുടെ നേതാവാണ്, ജനകോടികളുടെ നേതാവാണ്. ബി എസ് എന്ന് പറയുന്ന ഒരു ചരിത്രമാണ്. അതാണ് ഈ ശൂരനാട്ടെ ഈ ആൾക്കൂട്ടവും ഇതെല്ലാം ഈ മഴയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ശൂരനാട് വിപ്ലവത്തിന്റെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ കുറെ ഏറെ ഉള്ളതാണ്. ഒരു വിപ്ലവകാരിയാണ് തീർച്ചയായും. ആ വി എസിനെ കാണുന്നതിന് ശൂരനാടിന് ഒരുപാട് ഹൃദയബന്ധമുള്ള സഖാവാണ് സഖാ വി എസ്. ശൂരനാട് രക്തസാക്ഷികളുടെ മണ്ണാണ്. ആ മണ്ണിലേക്ക്
ആ സഖാവിനെ അവസാനമായി കാണുവാനാണ് ഈ ജനകൂടികൾ ഈ ജനലക്ഷങ്ങൾ ഇവിടെ നിൽക്കുന്നത്. കരുനാഗപ്പള്ളിയും ശൂരനാടും ഒക്കെ VS ന് ഒരുപാട് അടുപ്പമുള്ള സ്ഥലങ്ങളാണ്. അതാണ് ഈ സഖാക്കളെല്ലാം ഈ പെരുമഴയത്ത് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഈ മഴയെ അവഗണിച്ചുകൊണ്ട് VS മരിച്ചിട്ടില്ല, VS ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിക്കും. നിങ്ങളുടെ ഹൃദയങ്ങളിലാണ് ഈ VS അല്ലേ? ഈ ഹൃദയങ്ങളിലാണ് തീർച്ചയായിട്ടും. ഒരിക്കലും മരിച്ചിട്ടില്ല സഖാവ്, ഞങ്ങളിലൂടെ ജീവിക്കുകയാണ്. ഇനിയും ഉയരങ്ങളിലേക്ക് സഖാവ് ഉയർത്തി ചെങ്കൊടി ഞങ്ങൾ വാനിൽ ഉയർത്തിയിരിക്കും. റെഡ് സല്യൂട്ട്. ആ ഉയർത്തിപ്പിടിച്ച കൈ നമ്മളോട് സംസാരിക്കുമ്പോഴും ആ ഉയർത്തിപ്പിടിച്ച ആ സഹോദരിയുടെ കൈ താഴേക്ക് താഴുന്നില്ല. റെഡ് സല്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുന്നോട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതാണ് VS എന്ന് പറയുന്ന വികാരം. ഇതുപോലെ ചുരുക്കം ചില നേതാക്കൾക്ക് മാത്രമായിരിക്കും ഒരു യാത്രയയപ്പ് ലഭിക്കുക. 5 വർഷത്തോളം ഉയർത്താനും അവകാശമില്ലാതിരുന്ന ഒരു കാലത്ത് അനീതികൾക്കെതിരെ അരിവാൾ ഉയർത്തിയ ആ കരങ്ങളാണ് VS-ന്റേത്. ആ കരങ്ങൾ വഴിവെട്ടിയത് നാടിന്റെ തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രവാഹത്തിലാണ് കണ്ണൻ. അതുകൊണ്ട് ഇവർക്ക് ആ മുഷ്ടി ചുരുട്ടിയത് ഉയർത്തി തന്നെ പിടിക്കാനേ കഴിയൂ. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി VS എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന നിരവധി പേരുണ്ടെന്ന് നമുക്കറിയാം. ഈ ഒരേ ഒരു മനുഷ്യൻ കാരണമാണ് ഞാൻ കമ്മ്യൂണിസത്തിൽ വന്നതും കമ്മ്യൂണിസത്തിൽ തുടരുന്നതും എൻ്റെ ജീവിതം തന്നെ ആദർശപൂർണ്ണമാക്കിയതും എന്ന് പറയുന്ന നിരവധി മനുഷ്യരെ നമ്മൾ ഈ വഴി നീളെ കണ്ടതാണ്. ഓച്ചിറ വരെ എത്തുമ്പോൾ കരുനാഗപ്പള്ളി കടന്ന ഓച്ചിറയിലേക്ക് വാഹനം എത്തുന്നു. ഭൗതികദേഹവും വഹിച്ചുകൊണ്ട് VS എല്ലാവരെയും കാണാൻ എത്തുകയാണ്, നേരത്തെ എത്തിയതുപോലെ. പക്ഷേ ഒരൊറ്റ വ്യത്യാസം മാത്രം, ചേതനയേറ്റാണ്. ഉറച്ച ശബ്ദത്തിൽ വാക്കിൻ്റെ പോരില്ല കൂട്ടിന് എന്നതാണ്. പക്ഷെ അവശേഷിപ്പിച്ചു പോയതൊക്കെയും ഇനിയും ഉണ്ടാവും, ഇവിടെ തന്നെ നിലനിൽക്കുകയും ചെയ്യും കണ്ണൻ. തീർച്ചയായും മുത്തി അദ്ദേഹത്തിന് ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ, അദ്ദേഹം ഉയർത്തിയ അദ്ദേഹത്തിൻ്റെ ഒരു ഊർജം, അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, അവയെല്ലാം തന്നെ ഒരു വിപ്ലവമായി തന്നെ തുടരും, ഒരു വിശ്വാസമായി തന്നെ തുടരും. അതൊക്കെ തന്നെയാണ് കൊച്ചു കുഞ്ഞുങ്ങളാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയാണ്. ജീവിക്കുന്നു ഞങ്ങളിലൂടെ VS എന്ന് പറയുമ്പോൾ എത്രത്തോളം വികാരമാണ് VS എന്ന് പറയുന്ന മനുഷ്യനെ ഉണ്ടാക്കിയെടുത്തതെന്ന് നമുക്ക് ഈ വാക്കുകളിൽ നിന്ന്, കുഞ്ഞുങ്ങളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഓച്ചിറയിലേക്കാണ് അദ്ദേഹം എത്തുന്നത്. അതിനുശേഷം പോകുന്നത് നേരത്തെ മോത്തി സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന ഒറ്റ നാടകത്തിലൂടെ ഒരു തെക്കൻ കേരളത്തിലെ ഒരു വലിയ ഭാഗം ജനതയെ കമ്മ്യൂണിസത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന തോപ്പിൽ ഭാസി അടക്കമുള്ള ആൾക്കാർ പ്രവർത്തിച്ച ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പർദീസയായി മാറിയിരുന്ന KPSCയുടെ മുന്നിലേക്കാണ്. KPSCയിൽ പലകുറി അദ്ദേഹം വന്നിട്ടുണ്ട്. CPIയിൽ നിന്ന് മാറി CPM നേതാവായിരിക്കുന്ന സമയത്തും KPSCയോടുള്ള സ്നേഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ KPSCയുടെ മണ്ണിലേക്ക് അദ്ദേഹം എത്തുകയാണ്. വയലാറിന്റെ പുത്രനാണ്. ആലപ്പുഴയിൽ രഘു കൂടി നമുക്കൊപ്പം. ഈ നാടിന്റെ സമരനായകനാണ്, പട്ടണിപ്പാവങ്ങളുടെ സമരനായകനാണ് ഇനി ഒരാൾ ജനിക്കേണ്ടിയിരിക്കുന്നു ഈ നാട്ടിൽ. ഇനിയൊരാൾ VS-ന് സമാനമായി ഒരാൾ ജനിക്കേണ്ടിയിരിക്കുന്നു. ജനിക്കുമോ എന്ന് പറയാനാകില്ല. പക്ഷേ VS എന്നതൊരു വികാരമാണ്. VS എന്നത് ഒരു സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ അവസാനമായി കാണാൻ തീർച്ചയായും കണ്ണൻ ചരിത്രം വിടവാങ്ങുന്നുവെങ്കിലും ഒരു നൂറ്റാണ്ടിന്റെ സമരജീവിതം അതിവിടെ തന്നെ നിലനിൽക്കും. അത് സൂര്യ വെളിച്ചമായി നമുക്കിടയിൽ തന്നെ ഉണ്ടാകും.